ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങും വീട്ടിലുള്ള ചേരുവകളും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ ഈ റെസിപ്പിയിലോട്ട് പോവാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഒരു 2 മീഡിയം സൈസും ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. അതിന് മൂന്നും കൂടെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പുഴുങ്ങിയെടുക്കൊന്നും വേണ്ട, തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഗ്രേറ്റ് ചെയ്ത് ഉരുളക്കിഴങ്ങ് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേറ്ററിൽ ഇതുപോലെ ചെറുതായിട്ട് വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സവോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലോട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഞാനിവിടെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു പിടി കറിവേപ്പില ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർക്കാം കേട്ടോ. ഇനി അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പില. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാനിവിടെ മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം, എന്നാലെല്ലാം എല്ലാ ഭാഗത്തോട്ട് എത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ഉപ്പോ അതുപോലെ തന്നെ മുളക് പൊടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. കൂടുതലായിട്ട് പൊടി ചേർക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ കേക്കിയിട്ട് ഊറ്റിയെടുക്കണം, വെള്ളം ഉണ്ടാവരുത്. കൂടുതൽ പൊടിയായിട്ട് പോകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ മൈദയും മതി. പിന്നെ അങ്ങനെ വെള്ളം കൂടിപ്പോയതുപോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മൈദയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ തന്നെ മതി, ഓവർ ക്രിസ്പി ആയിട്ട് പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടിടാൻ പറ്റും. നമ്മുടെ പൊക്കവടയുടെയൊക്കെ ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിടാം. ഉള്ളിവടയുടെ പോലെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്തിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബോളുകളാക്കിയിട്ടിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ പൊക്കവടയൊക്കെ ചെയ്തെടുക്കുന്ന പോലെ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഇത് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. കൈ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക കേട്ടോ ഇടയ്ക്കിടെ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും തിന്നാവുന്നതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടിക്കോളും. പിന്നെ ഓവർ പൊടിയും കാര്യങ്ങളും ചേർക്കാത്തതുകൊണ്ട് അതൊന്നും അധികം അങ്ങ് കുക്കായി വരാനില്ല. അതുകൊണ്ട് ഈ ഒരു കളറൊക്കെ ചേഞ്ചായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് കോരി മാറ്റാം. ഒരുപാട് കളർ ചേഞ്ച് ആവാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് പുറം ഭാഗം നല്ല ക്രിസ്പി, ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഞാനതുപോലെ ചെയ്തെടുക്കട്ടെ. കോരുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണ ഒടിക്കില്ല കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് ഉണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. എല്ലാം നല്ല അടിപൊളി റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി മുമ്പ് ഉണ്ടാക്കി നോക്കിയവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതും കൂടെ റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. ഏകദേശം നമുക്കൊരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിത് ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. നല്ല ക്രിസ്പി, അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അസ്സലാമു അലൈക്കും. ബൈ.